നോയിഡയിലെ വ്യവസായ മേഖലകളിൽ നിന്ന് വരുന്നത് അത്യന്തം ഗൗരവകരമായ വാർത്തകളാണ്. മെച്ചപ്പെട്ട ശമ്പളത്തിനും മാന്യമായ തൊഴിൽ സാഹചര്യങ്ങൾക്കും വേണ്ടി തെരുവിലിറങ്ങിയ തൊഴിലാളികൾ ഇന്ന് യു.പി. പോലീസിന്റെയും ഒരു വിഭാഗം മാധ്യമങ്ങളുടെയും വേട്ടയാടലിന് ഇരയാകുന്നു. ഇത് കേവലം ഒരു ക്രമസമാധാന പ്രശ്നമല്ല, മറിച്ച് പാവപ്പെട്ട തൊഴിലാളികളുടെ ശബ്ദം അടിച്ചമർത്താൻ ഭരണകൂടം നടത്തുന്ന ആസൂത്രിതമായ നീക്കമാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ ആരോപിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ നോയിഡയിൽ സംഭവിക്കുന്നത്? ഏപ്രിൽ 11 ബൊട്ടാണിക്കൽ ഗാർഡൻ മെട്രോ സ്റ്റേഷനിൽ നിന്ന് 4 ആക്ടിവിസ്റ്റുകളെ പോലീസ് ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ടുപോയി. എന്തിനാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തതെന്ന് വ്യക്തമാക്കാൻ പോലീസ് തയ്യാറായില്ല. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ കോടതിയിലെത്തിയ അഭിഭാഷകർക്കും മറ്റു പ്രവർത്തകർക്കും നേരിടേണ്ടി വന്നത് പോലീസിന്റെ ഭീഷണിയും കയ്യേറ്റവുമാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് നിയമം നടപ്പിലാക്കേണ്ടവർ തന്നെ അത് ലംഘിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അറസ്റ്റ് മെമ്മോ ഇല്ല, വീട്ടുകാരെ അറിയിക്കുന്നില്ല. ഭീതിയുടെ ഒരു അന്തരീക്ഷമാണ് നോയിഡയിൽ പോലീസ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ സമരത്തെ തകർക്കാൻ പോലീസ് മെനഞ്ഞെടുത്തത് വിചിത്രമായ കഥകളാണ്. സമരത്തിന് പിന്നിൽ പാകിസ്ഥാൻ ബന്ധമുണ്ടെന്നും നക്സൽ സ്വാധീനമുണ്ടെന്നും പോലീസ് ആരോപിക്കുന്നു. ആദിത്യ ആനന്ദ്, രൂപേഷ് തുടങ്ങിയവരെ മാസ്റ്റർ മൈൻഡ് എന്നാണ് പോലീസ് വിളിക്കുന്നത്. ഇത് പറഞ്ഞാണ് അവരെ വേട്ടയാടുന്നത്. എന്നാൽ സത്യാവസ്ഥ മറ്റൊന്നാണ്. വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ ഇവർ സമാധാനപരമായി സമരം ചെയ്യാൻ മാത്രമാണ് ആഹ്വാനം ചെയ്തതെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ തെളിവുകൾ സഹിതം വ്യക്തമാക്കുന്നു. സമാധാനപരമായ ഒരു തൊഴിൽ സമരത്തെ രാജ്യവിരുദ്ധമായി ചിത്രീകരിക്കാനുള്ള നീക്കം ആരെ സംരക്ഷിക്കാനാണ്? ഇങ്ങനെയാണോ ഒരു ഭരണകൂടം തൊഴിലാളികളോട് പെരുമാറേണ്ടത്? എന്തുകൊണ്ട് ഈ തൊഴിലാളികൾ സമരത്തിനിറങ്ങി? രേഖകളിൽ 18,000 രൂപ ശമ്പളം കാണിക്കുമ്പോൾ കയ്യിൽ കിട്ടുന്നത് വെറും 11,000 രൂപ. നിയമപ്രകാരം ലഭിക്കേണ്ട ഓവർ ടൈം കൂലി ലഭിക്കുന്നില്ല. 13 മണിക്കൂർ വരെ വിശ്രമമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്നു. ഈ ചൂഷണങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നത് എങ്ങനെയാണ് രാജ്യദ്രോഹമാകുന്നത്? വൻകിട മുതലാളിമാരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഭരണകൂടം തൊഴിലാളികളെയും അവർക്ക് വേണ്ടി സംസാരിക്കുന്നവരെയും നിശബ്ദരാക്കുകയാണ്. നോയിഡയിൽ നടക്കുന്നത് ഭരണകൂട ഭീകരതയുടെ മറ്റൊരു മുഖമാണ്. ഒരു സമരത്തെ അടിച്ചമർത്താൻ ഗൂഢാലോചന കഥകൾ മെനയുന്നത് ഇപ്പോൾ പതിവായിരിക്കുന്നു. പക്ഷേ മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നത് മറ്റൊന്നാണ്. സത്യത്തെ അധികകാലം മൂടിവെക്കാൻ കഴിയില്ല. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും.